സാധിക്കുമ്പോൾ അവനൊരു പ്രയാസവും ഇല്ല, ഇല്ലേ? അവന് എന്തിനാണ് കുറ്റം പറയുന്നത്? എന്തിനാണ്? ഒരു ഡ്രം അടിക്കുന്ന വല്യപ്പന്മാരെ കുറ്റം പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? 9 ഡ്രം നിരത്തി വെച്ചിട്ട് അവത്തലടിച്ച് പാട്ട് പാടി ആഘോഷിക്കുന്നുമുണ്ട്, ഇല്ലേ? ആടി പാടുന്നതും കാണുന്നുണ്ട്. അപ്പൊ ഡ്രം എന്ന് പറയുന്നത് ഒരനാവശ്യം എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത്. അത് താളം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ഒത്തിരി സഹായിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ എക്സ്റ്റസിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ ബൈബിൾ ക്ലാസ്സിന്റെ തന്നെ ലക്ഷ്യം, നമ്മൾ ഇന്നിപ്പോ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എക്സ്റ്റസിയുടെ അളവിനെ നമ്മളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഈ ദിവ്യാനുഭൂതി ഓരോ വ്യക്തികളിലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഡിഫറന്റ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണമുണ്ട്. സം പീപ്പിൾ ആർ നാച്ചുറലി വീക്ക് ആൻഡ് സം പീപ്പിൾ ആർ നാച്ചുറലി സ്ട്രോങ്. സം പീപ്പിൾ ഡസന്റ് ക്രൈ. ചിലരാണെങ്കിൽ കരയത്തേ ഇല്ല, ചിലരാണെങ്കിൽ ഒന്നും വേണ്ട കരയാൻ, അല്ലേ? നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവര് കരയുന്നതാണ്. നമ്മൾ തന്നെ ചോദിക്കും എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവർക്ക് അറിയത്തില്ല. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, കണ്ണുനീര് വരുന്ന ആളുകളുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവന് ഈ ഇലക്ട്രിസിറ്റി ഒരു വിഷയമല്ല. 220 വോൾട്ട് കമ്പിയെ കയറി പിടിച്ചു നോക്കിയിട്ട് പറയും വിത്ത തുറണ്ട കേട്ടോ, വിത്ത കറണ്ട് ഉണ്ടെന്ന്. അവനൊന്നും മനസ്സിലാ എന്താ, അവനിങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഈ വിത്ത തുറണ്ട കേട്ടോ, വിത്ത കറണ്ട് ഉണ്ടെന്ന് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അതേസമയം ബാറ്ററിയുടെ 6 വോൾട്ട് അടിച്ചാൽ തെളിച്ചു പോകുന്ന പാർട്ടികളും ഉണ്ട്. ദിസ് ഈസ് ഇതിന്റെ മനുഷ്യന്റെ കപ്പാസിറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ചിലർ ആത്മനിറം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം കീഴ്മേൽ മറിക്കും. ചിലരാണെങ്കിൽ ശാന്തമായി ആത്മീയ അനുഭൂതി അനുഭവിക്കും. ഏതാണ് നല്ലത് ഏതാണ് കുറഞ്ഞത് എന്നൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഇത് നമ്മൾ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എക്സ്റ്റസിയുടെ അല്ലെങ്കിൽ ആത്മാനുഭൂതിയുടെ ദിവ്യാനുഭൂതിയുടെ ശാരീരിക പ്രകടനത്തിന്റെ വലിപ്പച്ചെറുപ്പം ഇത് രണ്ടും ഒരാൾ കൂടുതൽ ആത്മാവിനെ പ്രാപിച്ചോ ഇല്ല എന്നുള്ളതിന്റെ തെളിവൊന്നുമല്ല. നമ്മളുടെ റെസിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും. അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ഉണ്ടാകുമ്പോൾ ചിലർ എല്ലാം കീഴ്മേൽ മറിക്കുന്നു, അല്ലെങ്കിൽ ചിലർ ശാന്തമായിട്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. അല്ല പകരപ്പെടുന്ന ആത്മാവിന്റെ വ്യത്യാസം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കൂടുതൽ ചാടുന്നവൻ, ഉത്തരത്തിന്റെ മുകളിൽ കയറുന്നവൻ കൂടുതൽ ആത്മീയനും, അല്ലാത്തവൻ ആത്മീയനല്ലെന്നുള്ളതാണ്. പക്ഷെ അതല്ല അതിനകത്തെ യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? ദൈവാത്മാവ് പകരപ്പെടുന്നതിനെ റിസീവ് ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റി അതിനകത്തൊരു വലിയ വിഷയമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. എന്നാലും ഈ എക്സ്റ്റസി അല്ലെങ്കിൽ ദിവ്യാനുഭൂതി, ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, എന്താണ് എക്സ്റ്റസി എന്നുള്ള മനസ്സിലാകുന്നുണ്ടല്ലോ, ഇല്ലേ? ഈ എക്സ്റ്റസി എന്ന് പറയുന്നത് ഒരു ഫൈനൽ റലം അല്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എക്സ്റ്റസിയാണ് ആത്മീയതയുടെ ഉന്നതാവസ്ഥ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എക്സ്റ്റസി എന്ന് പറയുന്നത് ആത്മീയതയുടെ ഏറ്റവും ലോവർ സ്റ്റേജിലുള്ള ഒരു അനുഭവമാണ്. അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കാര്യം 1-ാം ക്ലാസ്സിൽ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, MA പഠിക്കാൻ പോകുന്നില്ല, ഇല്ലേ? അപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതിന് പകരം നമുക്കിപ്പം 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട എന്റെ ബ്രദറിനുണ്ട്, ഭയങ്കര തമാശക്കാരന്. അവന് 1-ാം ക്ലാസ്സിൽ എന്റെ മോളെ ചേർത്തപ്പം കൊടുത്ത ഡൊണേഷൻ അല്ല, അവരുടെ ഫീസ് കണ്ടപ്പോഴത്തേക്ക് ഡൊണേഷൻ കൊടുത്തില്ല, സ്കൂളിലോട്ട് കൊണ്ട് ചേർത്തപ്പോൾ അവർ വാങ്ങിച്ച പൈസ വന്നപ്പോൾ എന്നോട് ഇവൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു, എന്നാ പിന്നെ അതിനെ അവളെ പോസ്റ്റ് ഗ്രാജ് MA കൊണ്ട് ചേർക്കാൻ മതിയായിരുന്നു, ഇത്രയും കാശ് കൊടുത്താൽ മതിയായിരുന്നല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷനും ചേർക്കാൻ ഇത്രയും പൈസ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് 1-ാം ക്ലാസ്സിൽ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുകളിലേക്ക് കയറി പോകാൻ കഴിയുന്നില്ല എന്നതുപോലെ എക്സ്റ്റസി എന്ന് പറയുന്നത് അതിന്റെ ബിഗിനിങ് സ്റ്റേജിലാണ് കൂടുതൽ പ്രകടമാകുന്നത് എന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമാണ്. എന്നാൽ ആത്മബാധിതമായ അവസ്ഥയിൽ നാം ബോധത്തിൽ നിന്ന് മാറി അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് കയറുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് ദിവ്യാനുഭൂതി, ആ കയറുന്ന സ്റ്റേജ്. ഫസ്റ്റ് തിങ്, when we are receiving the Holy Spirit, or when we are possessed by the Holy Spirit, or when we are when we are filled with the Holy Spirit, we enter into a new realm. ആ ദിവ്യാനുഭൂതിയുടെ ആ തുടക്കം, ആ തുടക്കത്തിന് വേണ്ടി അത്തരത്തിലൊരു സ്ഥിതിയിലെത്താൻ ഒരുപക്ഷെ നമുക്ക് പാട്ടോ താളമോ ഒക്കെ അനിവാര്യമായേക്കാം. പാട്ടും താളവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് എന്റെ ചിന്ത. തമ്പേർ വേണ്ട, കയ്യടി വേണ്ട എന്നൊക്കെ പറയുന്ന ഇന്നത്തെ തലമുറയിൽ എത്ര പേര് ആത്മസ്നാനം പ്രാപിക്കുന്നുണ്ടെന്നുള്ളത് കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട, പാട്ട് വേണ്ട, തമ്പേർ വേണ്ട, കയ്യടി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇവരിങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകുന്നതല്ലാതെ ഇവർക്കൊന്നും ഈ പറയുന്ന പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച എത്ര ആളുകൾ ഈ പുതിയ തലമുറയിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് ഈ എക്സ്റ്റസിയെ കുറ്റം പറയുന്ന ആളുകൾ അതിനാണ് വാസ്തവത്തിൽ ഉത്തരം പറയേണ്ടി വരുന്നത്. കാര്യം നമ്മുടെ തലമുറയിൽപ്പെട്ട പിള്ളേരോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽപ്പെട്ട പിള്ളേരല്ല നമ്മളാണെങ്കിലും
വി നീഡ് സം കൈൻഡ് ഓഫ് കോൺസെൻട്രേഷന് വേണ്ടി വി നീഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് തന്നെയാണ് എന്റെ ചിന്ത. ഇതിനൊക്കെ ഒത്തിരി എതിർത്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കാലങ്ങൾ കഴിയുന്തോറും നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് അത്യാവശ്യമായി വരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഈ തമ്പേർ വേണ്ടുന്നവന്റെ തമ്പേർ എപ്പോഴും എന്നും തമ്പേർ വേണ്ടുന്നവന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ടു ബിഗിൻ വിത്ത് തമ്പേർ എന്നുള്ള ഒരു ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. താളം, പാട്ട്, കയ്യടി, അന്തരീക്ഷം. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം. എപ്പോഴും അന്തരീക്ഷം വേണ്ടുന്നവന്റെ എന്നും അന്തരീക്ഷം വേണ്ടുന്നു. അതായത് രക്ഷിക്കപ്പെട്ട് 40 വർഷം കഴിഞ്ഞിട്ട് ഇവന് പരിശുദ്ധാത്മ സ്നാനത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അന്നേരം പെട്ടെന്ന് തമ്പേറും തപ്പും താളവും കിന്നരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോവർ സ്റ്റേജാണ്. കാരണം ഒരു തുടക്കത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വേണ്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, ശമൂവേലിന്റെ ശിഷ്യന്മാർക്ക് എന്ത് വേണം? തപ്പും കിന്നരവും വീണയും എല്ലാം വേണ്ടി വരുന്നുണ്ട്. എന്നാൽ ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലാതെ തന്നെ അവന് പ്രവചിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ എന്നും ഇത് വേണമെങ്കിൽ അതിനർത്ഥം ഈ ദിവ്യാനുഭൂതി അവൻ പെട്ടെന്ന് തന്നെ വിട്ടുകളയുന്നെന്നും അവൻ വീണ്ടും എപ്പോഴും ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നെന്നുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇവിടെ വന്ന് സഭായോഗത്തിന് ഇരിക്കുമ്പോൾ മാത്രം ആത്മാവിനെ പ്രാപിക്കുകയും ഇറങ്ങുമ്പോൾ വീണ്ടും ആ ലോകത്തെ അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ ആത്മാവിനെ വേണമെങ്കിൽ അവൻ എന്ത് വേണം? ഇത് തമ്പേർ തന്നെ ഉണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് വന്നേലേ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിവിടെ ചെരുപ്പൂരിട്ടിട്ട് ഇങ്ങോട്ട് കയറുന്നു, ഇവിടെ വന്നിരിക്കുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു, ലോകത്തിന്റെ ചെരുപ്പ് വഴിയിലിട്ടേച്ച് അല്ലെങ്കിൽ അവിടെ ഇട്ടേച്ച് വരുന്നു, തിരിച്ച് ലോകത്തിന്റെ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ നാളെ പോയി നാളത്തെ രീതിയിൽ ജീവിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തോ ഉള്ളൂ? ആത്മാവ് ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഉള്ളൂ. അതൊരു ലോവർ സ്റ്റേജ്. അത് ദാറ്റ് ഈസ് നോട്ട് അപ്രീഷിയബിൾ. സോ ഇവിടെ പക്വമായ സ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ലഭിക്കുന്ന ദിവ്യാനുഭൂതി തുടരുന്ന ഒരു സ്റ്റേജ്, നിലനിൽക്കുന്ന എക്സ്റ്റസി, അത് തുടരുന്ന ഒരു സ്റ്റേജ്, അതാണ് വാസ്തവത്തില് ഒരു പക്വമായ സ്റ്റേജ്. ശൗലിന്റെ അടുത്ത് ശമൂവേൽ പ്രവചനം നടത്തുന്ന തപ്പും കിന്നരവും ഒന്നുമില്ലാതെയാണ്. കാരണം ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിലനിൽക്കുന്ന ഒരു ദിവ്യാനുഭൂതിയിലാണ്. അതായത് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന എക്സ്റ്റസിയാണ്. എക്സ്റ്റസി എന്നുള്ള വാക്കിനകത്ത് പിന്നെ വ്യത്യാസം ഉണ്ടാകും അവിടെ. ഒരുപക്ഷെ ആ വാക്ക് അത്രയും കറക്റ്റ് ആയിരിക്കത്തില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് തപ്പോ വീണയോ കിന്നരമോ ഈവൻ ബോധത്തെ മറയ്ക്കുന്ന നിലയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ദിവ്യാനുഭൂതിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യുന്നു? മറ്റെല്ലാം മറന്നിട്ട് നമ്മുടെ ചുറ്റുപാടുള്ളത് എന്താണെന്ന് അറിയാൻ വയ്യാതെ നടന്നിട്ട് വല്ലാത്ത ഒരു സ്റ്റേജിലായിട്ട് അവൻ ഹി ഫോർഗെറ്റ്സ് അബൌട്ട് എവറിഥിങ് ആൻഡ് ഹി ഈസ് എൻറ്ററിങ് ഇൻ ടു എ ന്യൂ റൺ. എന്നാൽ നിലനിൽക്കുന്ന എക്സ്റ്റസിയുടെ പ്രത്യേകത, അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രവചിക്കും, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അന്യഭാഷ പറയും, അവന്റെ വണ്ടിയൊന്നും കയ്യിൽ നിന്നൊന്നും പാളിപ്പോകത്തൊന്നുമില്ല. ഒരുപക്ഷെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും അവൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവന് അന്തരീക്ഷം വേണ്ടെന്ന് തന്നെയല്ല, അവനെന്ത് ചെയ്യുന്നു? അതായത് അവന്റെ ബോധം മറയാതെ തന്നെ, അല്ലെങ്കിൽ അവന്റെ നോർമൽ ബോധത്തിന് വ്യത്യാസം ഉണ്ടാകാതെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? ആത്മനിറവുള്ളവൻ ആയിത്തീരുന്നു. അല്ലെങ്കിൽ അവൻ ആത്മലോകത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. അവൻ നടന്നുകൊണ്ട് ആത്മലോകത്തിലാണവൻ. പക്ഷെ അവൻ ആത്മലോകത്തിൽ ദൈവാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലായിരിക്കെ തന്നെ അവൻ എന്തൊക്കെ നോർമൽ പ്രവൃത്തികൾ ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ദിവ്യാനുഭൂതി എന്നുള്ളതാണ്, ഒരു കണ്ടിന്യൂസ് എക്സ്റ്റസിയാണ് പക്വമായ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മളുടെ പ്രശ്നം ഈ നിലനിൽക്കുന്ന ദിവ്യാനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ ഈ പക്വതയിലേക്ക് വളരേണ്ടതിന് പകരം 40 കൊല്ലം കഴിഞ്ഞാൽ 25 കൊല്ലം കഴിഞ്ഞാലും എല്ലാം വീണ്ടും താൽക്കാലിക എക്സ്റ്റസിയിൽ തന്നെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൂട്ടായ്മകൾക്ക് വരുമ്പോൾ മാത്രമുള്ള നമ്മളുടെ ആത്മപ്രകടനങ്ങളും മറ്റും വരുന്നതിന്റെ ഒരു കാരണം. കാരണം ഇന്നും ആത്മാവ് വരണമെങ്കിൽ അന്തരീക്ഷം വേണം, താളം വേണം, പാട്ട് വേണം. ഒരു പക്വതയിലേക്ക് വളരാത്തതിന്റെ ലക്ഷണമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടി വരുന്നത്. എന്നാൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ദൈവാത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കാനും കഴിയുന്നത്ര, ഞാൻ പറഞ്ഞ വാക്ക്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ, ഒരു അർത്ഥ നിമിഷത്തിൽ, അതായത് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഒന്ന് കാതുകൂർപ്പിക്കുന്നത് ഒഴികെ കൂടുതൽ സമയം വേണ്ടി വരാത്ത ഒരു നിലയിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവികത എന്ന് പറയുന്നത്. അതാണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അതാണ് ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നിമിഷത്തേക്കോ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു എക്സ്റ്റസി അല്ല. അതിനപ്പുറത്താണ് ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. എന്നാൽ അതേസമയം അതിന്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള എക്സ്റ്റസിയെ ഞാൻ നിഷേധിക്കുകയുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റസിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്, നോർമലി പറയുന്നത്. പക്ഷേ ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ദിവ്യാനുഭൂതിയുടെ ശാരീരിക പ്രകടനങ്ങൾ എത്രത്തോളമാകാം?
ശാരീരിക പ്രകടനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രകടനം എന്നുള്ള വാക്ക് നമ്മൾ പറയുന്ന പല വാക്കുകളും ഉണ്ടല്ലോ. ഇൻഫാക്ട് അത് ശരിയല്ല. പ്രകടനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രിട്ടൻഷൻ ഉണ്ട് അല്ലേ, പ്രകടനം. പക്ഷെ ആ പ്രിട്ടൻഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ശാരീരികമായ അതിന്റെ പ്രതിഫലനങ്ങൾ, ശാരീരിക പ്രതിഫലനങ്ങൾ എത്രത്തോളം ആകാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. അതിനൊന്നും ഒരു പരിധി നമ്മളിപ്പം വരച്ചു വെക്കുകയൊന്നുമല്ല, എങ്കിലും നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഈ മനസ്സിന്റെ അനുഭൂതി ശരീരത്തിൽ പ്രകടമാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വാട്ട് ഓൾ തിങ്സ് വി ഫീൽ ഇൻ അവർ മൈൻഡ് ദാറ്റ് certainly അവർ ബോഡി എക്സ്പ്രസസ്. ഒരുപക്ഷെ വലിയ കൈയൊന്നും ഇല്ലെങ്കിൽ അവന്റെ മുഖത്താണെങ്കിലും എന്തുണ്ടാകും, നമ്മുടെ ഹൃദയത്തിലുള്ളതിന്റെ ആ എക്സ്പ്രഷൻ ശരീരത്തിൽ ഉണ്ടാകും, കണ്ണുകളിലുണ്ടാകും, ഒരുപക്ഷെ കൈകളുണ്ടാകും. ചിലർ കൈ അടിക്കുമായിരിക്കും, ചിലർ കൈ ഉയർത്തുമായിരിക്കും, ചിലർക്ക് കൈ അടിക്കുന്നത് പഴഞ്ഞ രീതിയാണെന്ന് ഉള്ളവരെന്ത് ചെയ്യുന്നു, അവരും ഈ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവർ കൈ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടാണെങ്കിലും സിംഗ് ആൻഡ് സേ മറ്റവരെല്ലാം കൈ അടിക്കുകയാണ്, ഇതാണ് അതിന്റെ കറക്റ്റായ രീതി. അങ്ങനൊന്നുമില്ല. ഓരോരുത്തർക്ക് അവിടുത്തെ അത് ഈ ഇതിനകത്ത് ഒരു പ്രോബ്ലം ചിലരെന്ത് ചെയ്യുന്നറിയാമോ, ചിലര് കൈ അടിക്കുന്നവര് കൈ ഉയർത്തി ആരാധിക്കുന്നവരെ കുറ്റം പറയും, കൈ ഉയർത്തി ആരാധിക്കുന്നവര് കൈ അടിച്ച് ആരാധിക്കുന്നവരെ കുറ്റം പറയും. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രകാശനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഓരോ സംസ്കാരത്തിന്റെ പ്രകടനങ്ങൾ മാത്രം. ഇതെല്ലാം ഹൃദയത്തിൽ നിന്നുള്ളതാകണം എന്നേ ഉള്ളൂ. ഇത് ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ആ കാര്യം പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് അനുകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരാൾ തുള്ളുന്നത് കണ്ടുകൊണ്ട് വേറൊരാൾ തുള്ളുകയും ഒരാള് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത് കണ്ടുകൊണ്ട് വേറൊരാൾ ആട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താകുന്നു, പ്രിട്ടൻഷനായി പോകുന്നു എന്നുള്ളതാണ് കാര്യം. അത് കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിന് അഭിനയം ഒരിക്കലും ഇഷ്ടമല്ല. നിന്നോണ്ട് തുള്ളാമോ, ചിലർ നിന്നോണ്ട് തുള്ളും, ചിലർ ഇരുന്നോണ്ട് തുള്ളും. നിന്നോണ്ട് തുള്ളാമോ ഗുഡ്, ഇതൊക്കെ ആദ്യ സമയത്ത് കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ. ഫോർ ദ ബിഗിനിങ് ഇറ്റ് ഈസ് ഓക്കെ. ഏതാ നിന്നോണ്ടോ ഇരുന്നോണ്ടോ തുള്ളുവോ, ഇനി ഒന്ന് വീഴുകോ, ഒന്ന് വീണാലും ആദ്യത്തെ സമയത്തൊക്കെ ഒന്ന് വീഴുന്നവരെയൊക്കെ സഹിക്കാം. പക്ഷെ വീഴ്ത്താൻ പാടില്ല, അത് വേറെ കാര്യം. വീഴുന്നത് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ, അതായത് ആത്മപ്രകാശനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ വീണെങ്കിൽ വീണു, നീ വീഴുന്നവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ വീഴാത്തവരെ എല്ലാം അനാത്മികരാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അപക്വമായ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. വീഴുന്നതും ഇതുപോലെ തന്നെ നമ്മൾ കൈയടിക്കുന്നത് പോലെ സ്പോണ്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ സാധാരണ ആരാധനയുടെ ഏതൊരു നമ്മുടെ പ്രകാശനങ്ങൾ, ശാരീരികമായ പ്രകാശനങ്ങളും പോലെ സ്വാഭാവികമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഓക്കെ, സ്വാഭാവികമായിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഴാനായിട്ട് എനിക്കൊന്ന് വീണേ പറ്റുമെന്ന് പറഞ്ഞ് പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞു പോയി വീഴേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അപ്പോഴാകുമ്പോഴത്തേക്ക് എന്താ ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം, ഞാനിപ്പോൾ നമ്മൾ തമാശയായിട്ട് പറഞ്ഞ ചിന്തിക്കരുത്. ഐ എം നോട്ട് ജോക്കിംഗ്. അത് എന്താകാൻ പാടില്ല, നമ്മളുടെ പ്രിറ്റൻഷൻ ആകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഇതാണ് ആത്മീയതയുടെ. അപ്പൊ എല്ലാവരും ഒത്തിരി പേര് വീഴുന്നുണ്ടെന്ന് ഞാനും ഒന്ന് വീണെങ്കിൽ കൊള്ളായിരുന്നു, നല്ലതാണെന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇഫ് യു ഫീൽ ഡു ദാറ്റ് എന്നുള്ളതല്ല, യു വിൽ ഫോൾ അല്ലേ, ഇഫ് യു ഫീൽ. അല്ലെങ്കിൽ എന്താണ്, വീഴാൻ വേണ്ടി പോയി വീഴുകയല്ല, വീഴാൻ വേണ്ടി പോയി വീഴുന്നതും സംടൈംസ് നോർമലായിട്ട്. അപ്പൊ കൈയടിച്ചാലും തുള്ളിയാലും ചാടിയാലും വീണാലും ഒന്നും അതിനു വേണ്ടിയാകരുത്. കൈയടിക്കുന്നതും കൈയടിക്കാൻ വേണ്ടിയാകരുത്. എല്ലാം അതിനു വേണ്ടിയാകരുത്. അത് ഇന്റൻഷണൽ ആകരുത്. ഇന്റൻഷണൽ. ഇഫ് യു ഫീൽ ക്ലാപ്പിംഗ് യുവർ ഹാൻഡ്സ്, ഓക്കെ. ഇഫ് യു ഫീൽ പ്രൈസിംഗ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസിംഗ് ഗോഡ്, ഓക്കെ. ഇഫ് യു ഫീൽ ജമ്പിംഗ്, ഓക്കെ. അവിടെ എന്താണ്, ഇന്റൻഷണലായിട്ട് ഞാനൊന്ന് ചാടിയിട്ടേ ഉള്ളൂ, ഞാനൊന്ന് കൈയടിച്ചിട്ടേ ഉള്ളൂ, ഞാനൊന്ന് കുലുങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് അർത്ഥമില്ല. ഐ എം സോറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി പ്രായോഗികമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇത് ഒരു സീരിയസ് ബൈബിൾ സ്റ്റഡിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. പക്ഷെ നമുക്കത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ ദിവ്യാനുഭൂതിയിലെ പ്രകടനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, ഇല്ലേ. നമുക്ക് നമ്മളുടെ മനസ്സിന്റെ കോൺസെൻട്രേഷന് വേണ്ടി നമ്മളൊരു ഡ്രംസ് അടിക്കുന്നുണ്ടായിരിക്കും, പാട്ട് പാടുന്നുണ്ടായിരിക്കാം, കൈ അടിക്കുന്നുണ്ടായിരിക്കാം, ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനുവേണ്ടിയാണ് അത് നമുക്ക് ആ ലോകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാനുള്ള ഒരു അത് വേണ്ടുന്നവർക്ക്, അത് പ്രവേശിക്കാനുള്ള ഒരു തുടക്കക്കാരന് അത് അത്യാവശ്യമായി വന്നേക്കാം. അല്ലാത്തവർക്കും ഒരുപക്ഷെ പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്നു പറഞ്ഞത് നാച്ചുറലായിട്ട് വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി ആത്മാനുഭൂതിയോടെ നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. ചിലർ ശക്തമായിട്ട് വരുന്നുണ്ട്, ചിലരിൽ മൈൽഡായിട്ടാണ്. എന്നാൽ ഫിസിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആത്മീയതയുടെ അളവുകോലല്ല. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ഒരു കാര്യം. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ